സീസൺ 6-ൽ ജിൻഡോയാണ് ഇപ്പോൾ താരം. പുറത്ത് ജിൻഡോയെക്കുറിച്ച് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ജിൻഡോ നിഷ്കളങ്കനാണെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ജിൻഡോയുടെ അഭിപ്രായങ്ങളിലും പ്രവൃത്തികളിലും അബദ്ധങ്ങളുണ്ടെന്ന് വിമർശകർ പറയുന്നു. ജിൻഡോ കാരണം വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നെന്നും ആരോപണം വരുന്നു. ജിൻഡോയ്ക്ക് പറ്റുന്ന പിഴവുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയ വലിയ രീതിയിലാണ് ചർച്ച നടത്തുന്നത്. നാക്കിനും ബെല്ലും ബ്രേക്കുമില്ലാതെ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരു ജിൻഡോ ആകാം. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ തോന്നും പോലെ നുണ പറഞ്ഞത് ലാലേട്ടൻ പൊക്കിയതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഒരു ഇത്തിരിയെങ്കിലും വിവരമോ നിലവാരമോ ഉള്ളവർ ചെയ്യാത്ത നിരവധി കാര്യങ്ങൾ ജിൻഡോ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു. റസ്മിനെക്കുറിച്ച് മോശം പറയാൻ ഒരു സ്ഥലത്തെ ആൾക്കാരെ ഒട്ടടങ്കം അധിക്ഷേപിച്ചു. റസ്മിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത് അവൾ വളർന്ന ആ സ്ഥലത്തിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞു. കൂടാതെ ഒരു സ്ത്രീയുടെ അടിവസ്ത്രം പൊക്കി കാണിക്കുക, അത് ഹാളിലെ സോഫയിൽ വെച്ചത് ആ സ്ത്രീ ഒരു മോശം സ്വഭാവക്കാരി ആയതുകൊണ്ടാണെന്ന് പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ജിൻഡോയെക്കുറിച്ച് വിമർശനങ്ങളുണ്ട്. ജിൻഡോയ്ക്കെതിരെ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞപ്പോഴും ലാലേട്ടൻ പറഞ്ഞു, ഇത് നിങ്ങളെ മോശമായി പറഞ്ഞതല്ല എന്ന വാക്യവും ഒരു ഒഴുക്കൻ സമീപനവും കാരണം കൂടിയാണ് ജിൻഡോ വീണ്ടും കൂടുതൽ കച്ചറ ആകുന്നത്. ലാലേട്ടൻ ജിൻഡോയ്ക്ക് മോശമായി തോന്നുന്ന പോലെ തന്നെ പറയണം. ലാലേട്ടൻ ജിൻഡോയോട് കുറെ കൂടി മയത്തിലാണ് സംസാരിക്കുന്നതെന്ന അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട്. അതേസമയം ഗബ്രി ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്യുന്നു. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ലാലേട്ടൻ ഒന്ന് ശ്രമിക്കണമെന്നും ആണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത് വളരെ മോശം ഇതിലോട്ട് തന്നെ പോകും. കയ്യേറ്റം വരെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഗബ്രിയും ജാസ്മിനും ഒക്കെ ഇന്നലെ ജിൻഡോയെ സംസാരത്തിനിടയിൽ കയ്യോങ്ങി പോവുകയും വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ലാലേട്ടൻ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ. കൂടാതെ ജിൻഡോയും ഗബ്രിയും വീണ്ടും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. അനാവശ്യമായി വീട്ടിലിരിക്കുന്നവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ടാണ്, ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് ഇരുവർക്കും താക്കീത് നൽകിയിരിക്കുന്നത്.